ജനങ്ങൾക്കും ആഘോഷപ്രേമികൾക്കും ആനപ്രേമികൾക്കും 1000 സ്വാഗതം, സുസ്വാഗതം. ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനിതാ ഇത്തിത്താനം ഗജമേളയ്ക്കിവിടെ ആരംഭം കുറിക്കുകയായി. കലികാല സ്വരൂപിണിയായ ശ്രീ മഹാദേവി സർവാഭരണ വിഭൂഷിതയും സർവകലാ സമ്പൂർണയുമായി വാണരുളുന്ന തിരുസന്നിധാനം. കാവിലമ്മയുടെയും കാവടികളുടെയും മണ്ണാണിത്. അതെ, ഇതിത്തിത്താനം ശ്രീ ഇളങ്കാവ് ദേവി ക്ഷേത്രം. നടവഴികളും വരെ ചങ്ങലകളൊക്കെ മലയടിച്ചുണരുന്ന മണ്ണ്. മേടസൂര്യന്റെ പൊന്നിൻ കിരണങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് അമ്മയുടെ മഹോത്സവം പ്രൗഢഗംഭീരമാക്കി കൂടുന്ന ഒരു കൂട്ടം ആഘോഷ പ്രേമികളുടെ നാട്. വിവിധ ദേശങ്ങളും വിവിധ സമിതികളും വ്രതമെടുത്ത കുംഭകുടവും കാവടിയുമായി അമ്മയെ കാണുവാൻ വന്നെത്തുന്ന നാട്. അതെ, ഇതിത്തിത്താനം എന്ന പേരുകേട്ട ചരിത്രഭൂമി, പേരുകേട്ട കൊമ്പന്മാരുടെയും പെരുമയുള്ള കലാകാരന്മാരുടെയും സംഗമ ഭൂമിയായ ഇത്തിത്താനം ഇന്നിതാ ഒരുങ്ങി നിൽക്കുകയായി. ഇത്തിത്താനത്തിന്റെ ഖ്യാതി വിശ്വാസമാക്കിയ ഗജമേളയ്ക്ക് ഒരുങ്ങി നിൽക്കുകയായി. അതെ, ഇളം വെയിൽ ഇറങ്ങുന്ന വേളയിൽ ഇധരാജ ചേകവന്മാർ ഇതിഹാസങ്ങൾ അളന്നിട്ട ഗജമേളയ്ക്ക് നേരമായി കൂട്ടരെ. ഇത്തിത്താനത്തിന്റെ മണ്ണിൽ ഇടി മുഴക്കം പോലെ ആഘോഷം ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തിത്താനം ഗജമേള. അഴകും മികവും തികഞ്ഞ താരങ്ങളെ എന്ന് മകതാറിൽ സ്നേഹിച്ച ഇത്തിത്താനത്തിന്റെ മണ്ണിലിതാ വീണ്ടും ഒരുങ്ങുന്നു. ഗതകാല പ്രൗഢിയോടെ ആ ഗജരാജരത്ന പട്ട സമർപ്പണം. അതെ, പൊന്നിളം കാവിലമ്മയുടെ തന്ത്ര കുടുംബാംഗമായ സൂര്യകാലടി മന സമർപ്പിച്ചിരുന്ന ആ ഗജരാജരത്ന പട്ടം ഇത്തവണ ഇളങ്കാവ് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ സമർപ്പിക്കുകയായി. സുവ്യക്തമായ നിയമാവലിയുടെ ഒരുങ്ങിയിരിക്കുന്നു ഇന്നിവിടെ പട്ടം സമർപ്പണം. ഗജരാജരത്ന പട്ടം സമർപ്പിക്കുവാൻ തുടങ്ങിയ കാലത്തു തന്നെ വിജയശ്രീലാളിതനായത് അവൻ തന്നെ. ആദ്യത്തെയും നിലവിൽ അവസാനത്തെയും ഗജരാജപട്ടം ചൂടിയവൻ അവൻ തന്നെ. ഉത്തര ഭാരതം കടന്നു വന്ന വീരന്മാരെയെല്ലാം ഉത്തമ അഴകുകൊണ്ട് കീഴടക്കിയവൻ. പേരെടുത്ത് പെരുമാളായി മാറിയവൻ. ആനക്കോട്ടയത്തിന്റെ ഗന്ധർവൻ, സാക്ഷാൽ പാമ്പാടി രാജൻ. ഇത് ഗജരാജരത്നപ്പട്ടം ഇവിടെ ആരംഭിച്ചതും അവസാനിച്ചതും പാമ്പാടി രാജനിലായിരുന്നു. കുറച്ചിടവേളകൾക്ക് ശേഷം ഇതാ ഇത്തിത്താനം ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആരംഭം കുറിക്കുന്ന ഗജരാജരത്നപ്പട്ടത്തിന്റെ അവകാശിയാരായിരിക്കും. മലയാലപ്പുഴ വാഴുന്ന മഹേശ്വരി പുത്രൻ സാക്ഷാൽ മലയാലപ്പുഴ രാജൻ 2009 ഗജമേളയിൽ ചരിത്രത്തിൽ രേഖകൾ കുറിച്ച് മാറിയപ്പോൾ അമ്മയുടെ അംഗീകാരം അവനായിരുന്നു. അന്നും ഇന്നും എന്നും ആന കേരളത്തിന്റെ രാജാവായി വാഴുന്ന സാക്ഷാൽ ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പട്ടം ചൂടിയത് ഇവിടെയാണ് കൂട്ടരെ. 2010 ആഘോഷം ആവേശപരകോടിയിൽ എത്തിച്ചുകൊണ്ട് ആന കേരളത്തിന്റെ വൈഢൂര്യം ആരാധകരുടെ ഇതിഹാസ നായകൻ മംഗലാംകുന്ന് അയ്യപ്പൻ ഗജരാജരത്ന പട്ടം ചൂടിയതും ഇവിടെ.
പുണ്യഭൂമിയിലേക്ക് കടന്നവരെ, ആനപ്രേമികളെ, സജ്ജനങ്ങളെ, നമുക്ക് ആരംഭം കുറിക്കാം. 2024 ഇത്തിത്താനം ഗജമേള. കടന്നു വരികയാണ് ഒരു ഗജസുന്ദരി. വീരന്മാരുടെ പാദമുദ്രകൾ പതിഞ്ഞ മണ്ണിന്റെ ചൂടും ചൂരും തൊട്ടറിയാൻ കടന്നു വരുന്ന ശ്രേഷ്ഠമാതംഗം ഗജറാണി ഓദര ശ്രീ പാർവതി. ഇളം വെയിൽ പോലും വിഭരാജചന്ദ്രം കാണുവാൻ കൊതിച്ചു നിൽക്കുന്ന ഇത്തിത്താനത്തിന്റെ മടിത്തട്ടിലേക്ക് ഓദരയുടെ തമ്പുരാട്ടിക്കൂട്ടി കൺകണ്ട വിസ്മയങ്ങൾ കണ്ണിന് പോലും വിരുന്നായി നിൽക്കുന്ന നേരത്തെ ചരിത്രം കുറിച്ചുകൊണ്ട് ഇത്തിത്താനത്ത് എഴുന്നള്ളി നിൽക്കാൻ കടന്നു വരികയാണവൾ. കാവടികളുടെയും ഇതിഹാസങ്ങളുടെയും മണ്ണായ ഇത്തിത്താനത്തിന്റെ മടിത്തട്ടിൽ ആവേശം നിറച്ചുകൊണ്ട് ആനക്കേവന്മാർ അണിനിരക്കുമ്പോൾ വേറിട്ട ചന്തമായി മാറുന്നു ഓദര ശ്രീ പാർവതി. ഇളങ്കാവ് ദേവസ്വം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന സൗന്ദര്യമായി വന്നു ചേരുകയാണവൾ. ഒട്ടും മടിക്കാതെ ആവേശം നിറയ്ക്കുവാനും ഈ മണ്ണിൽ ചരിത്രം നിറഞ്ഞ
വേദികൾ ചരിത്രമാക്കി മാറ്റി പൂരങ്ങളുടെ പൂരമടക്കം എന്നും എണ്ണം പറഞ്ഞ വേദികൾ നിറസാന്നിധ്യമാക്കി മാറ്റിയവൻ കടന്നു വന്നവരുടെ കണ്ണിലും മനസ്സിലും കരിയഴകിന്റെ കാണാ കാഴ്ചകൾ തീർക്കുവാൻ തീരമടിക്കാത്ത തമ്പുരാൻ മനസ്സുകൾ നിറയുന്ന മാതംഗ ചന്തങ്ങൾ അണിനിരക്കുന്ന ചരിത്രമുള്ള തെക്കൻ മലയാളത്തിന്റെ മറ്റൊരു അവതാര പിറവി ചരിത്രമിറങ്ങുന്ന മണ്ണിൽ ചന്തത്തിന്റെ ചാരുത പകർന്നുകൊണ്ടിതാ കടന്നു വന്നിരിക്കുന്നു ചുരൂർ മഠം രാജശേഖരൻ. ഇളംകാവ് ദേവസ്വത്തിന്റെ കയ്യം പിടിച്ചൊരു വീരനായകന്റെ വരവ്. അതെ, ഇവനാണ് കൂട്ടരെ കേരളത്തിലാവോളം പെരുമകൾ നൽകി അടൂരിൽ വാഴുന്ന ശാന്തശീലൻ ആരാധകരുടെ ആവേശം നൽകി എടുപ്പിലും നടപ്പിലും കാണിച്ചു തരുന്ന അഴകും തമ്പുരാൻ കടന്നു വരികയാണവൻ. ഗജേന്ദ്ര നാട്ടുപ്രമാണി മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ മൗട്ടത്തു രാജേന്ദ്രൻ. ചന്ദ്രത്തിന്റെ പൂർണ്ണത ചന്ദ്രിക തോൽക്കുന്ന ഭംഗിയോടെ ആന കേരളത്തിന് സമ്മാനിച്ച മൗട്ടത്തിന്റെ തമ്പുരാൻ വരികയാണ് രാജേന്ദ്രൻ. പൂരങ്ങളുടെ പൊൻപൂരത്തിനും പാലക്കാടൻ നാട്ടിലെ പ്രൗഢിയുള്ള വേലകൾക്കും പ്രൗഢിയോടെ എഴുന്നള്ളി നിൽക്കുന്ന അതേ രാജേന്ദ്രൻ ചരിത്രമുറങ്ങുന്ന ആനയടിയിലും ചന്തം നിറയുന്ന മധ്യ കേരളത്തിലും തന്റെ നാമം എഴുതി മടങ്ങിയ രാജേന്ദ്രൻ കാലത്തിന്റെ ആവേശച്ചപ്പിൽ തന്റെ ചരിത്രം സൂക്ഷിക്കണമെന്ന വാശിയോടെ കാണിച്ചു തന്ന അതേ രാജേന്ദ്രൻ ഇതാ ആ വേഷം തന്റെ അവകാശമാക്കി തീർത്ത ശാന്തതയോടെ കടന്നു വരുന്നു രാജേന്ദ്രൻ. ഓരോ രാജേന്ദ്രൻ ഗജേന്ദ്ര നാട്ടുപ്രമാണി മൗട്ടത്തു രാജേന്ദ്രൻ. താരങ്ങളും ഒന്നിച്ച് അണിനിരക്കുന്ന മണ്ണിലേക്ക് ഇനിയിതാ അമ്പലക്കോടി യുവജന സമാജത്തിന്റെ കയ്യം പിടിച്ചു കടന്നു വരുന്നു അവൻ. അതെ, ചുവട് വയ്ക്കുന്ന മണ്ണിലെല്ലാം വേറിട്ട ആവേശം നിറയ്ക്കുവാൻ തീരമടിക്കാത്തൊരു യുവ പോരാളി കടന്നു വരികയാണ്. അമ്പലക്കോടി യുവജന സമാജം അമ്മയ്ക്ക് സമർപ്പിക്കുന്ന കാണിക്ക അറബിക്കടലിന്റെ അലമാലകൾ പോലെ അനുദിനം വാട്ടിപ്പാടുന്ന ഒരാൺകുട്ടി ഇരുകരം നീട്ടി അനുഗ്രഹിക്കുന്ന പരിമളത്തെ ശ്രീ ദുർഗാ പരമേശ്വരി പുത്രൻ ദുർഗാദാസ പ്രജാപതി ഗജലോക സമാധാന പ്രിയൻ പരിമളം വിഷ്ണു. സ്വീകരിച്ച കൊല്ലം മണ്ണിന്റെ വില്ലാളി വീരൻ പേരുകേട്ട പുത്തൻകുളം ആനപ്പന്തി മലയാളത്തിൽ സമർപ്പിച്ച എണ്ണം പറഞ്ഞ മറ്റൊരു നായകൻ ഇതാ ഇവൻ തെക്കൻ നാടിന്റെ തമ്പുരാൻ കുട്ടി താനെന്ന് തേക്കിൻ കാട്ടിലടക്കം തെളിയിച്ച അതേ നായകൻ സാരഥിമാർ കുഞ്ഞൻ വിഷ്ണുവിന്റെയും കടമ്പനാകുളങ്ങര ശ്രീജിത്തിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് അവതരിക്കുകയാണവൻ. തെക്കൻ നാടിന്റെ തമ്പുരാൻ കുട്ടി താനെന്ന് തേക്കിൻ കാട്ടിലടക്കം തെളിയിച്ചവൻ പൂരങ്ങളുടെ പൂരം തേക്കിൻ കാട്ടിൽ പെയ്തിറങ്ങിയപ്പോൾ ആരവമായി പടികടന്ന് ചെന്നെത്തുന്ന കൊല്ലംകാരൻ പേരുകേട്ട വേദികളിൽ പെരുമയോടെ എഴുന്നള്ളി നിന്ന് ആവേശത്തിന്റെ പ്രതിരൂപം തീർത്തവൻ കടന്നു വന്നിരിക്കുന്നു ദുർഗാദാസ പ്രജാപതി പരിമളം വിഷ്ണു. വരികയാണ് ഈ മണ്ണിന്റെ
മണ്ണിൽ ചരിത്രം കുറിക്കുവാൻ വരികയാണ്. പടയൊരുങ്ങിയപ്പോൾ പടയാളികൾ പലനാടും കടന്നു വന്നപ്പോൾ പടയ്ക്കു നായകനാകുവാൻ നടയടികൾ വെച്ച് കടന്നു വന്നത് പിറന്ന കാടിന്റെ പ്രൗഢിയും വളർന്ന നാടിന്റെ വീര്യവും തന്റെ വീതിയിൽ ഊർജ്ജമാക്കിയ ചരിത്രം കുറിച്ചത്. ആഘോഷങ്ങളുടെ വടക്കൻ നാട്ടിൽ ആരാധകരോടെ കാത്തിരിക്കുന്ന വീരപുരുഷൻ. അതെ, ഇവരങ്ങ് വടക്കൻ മഴക്കാട് കിടന്നാണ് കേരളത്തിൽ അക്ഷരമുറ്റത്ത് ചുവടുവെച്ച വീരനായകൻ ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു. തന്റെ ജീവിതത്തിന് താരമൂല്യം ചാർത്തി നൽകിയ സാരഥി മണിമല വിനുവിന്റെ കയ്യം പിടിച്ചും തുരുത്തി വിഷ്ണുവിന്റെ കയ്യം പിടിച്ചും ഇസ്ഥാനത്ത് വീണ്ടും ആവേശത്തിലാകുവാൻ കടന്നു വരുന്ന സാധു. ഈ മണ്ണിൽ തന്നെ ഗജരാജരത്ന പട്ടം ചൂടി താരമായി നിന്ന സാധു. പുരുഷാരങ്ങളെ ആവേശത്തിലാർത്തി ഇത്തവണയും തിരുവമ്പാടി പൂരനായകൻ ഇടം കൂട്ടായ സാധു. ഓർമുഖങ്ങളിൽ മിന്നുന്ന താരമാകുമെന്ന് ബോധ്യരായ കാലം രാജനഗരിയുടെയും താരമായി മാറിയ സാധു. തിരുവൈക്കത്തപ്പന്റെ തെരഞ്ഞെടുപ്പിൽ നഗമ്പടി ആളുകൾക്ക് വരെ പത്തരമാറ്റ സാധു. ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി വഹിച്ച സാധു. അതെ, അഴകും അളവും അതിനെല്ലാം മുകളിൽ അടിതെറ്റാത്ത നിലവും കൊടിയിരുത്തിയ അക്ഷരനഗരിയുടെ വെളുവാന സൂര്യൻ ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു. നിരത്തിലായിരം സ്വാഗതം. തമ്പുരാട്ടിയുടെ മുന്നിലേക്ക് ഒരു വീരനായകന്റെ വരവായി കൂട്ടരെ. പോരാളികൾ സമർത്ഥരായത് കൊണ്ട് മാത്രം ചരിത്രത്തിൽ ഒരു യുദ്ധവും ജയിച്ചതായി കേട്ടുകേൾവിയില്ല. ജയിച്ച യുദ്ധങ്ങളിലെല്ലാം പോരാളികൾക്കൊരു നായകൻ ഉണ്ടായിട്ടുണ്ട് കൂട്ടരെ. അതെ, ഇനി ഇതാ ദേവി വിലാസം ഭജന സമിതി മുട്ടുചിറയുടെ കയ്യം പിടിച്ച് ആ നായകന്റെ രംഗപ്രവേശം 51 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ദേവി വിലാസം ഭജന സമിതി മുട്ടുചിറയുടെ നായകൻ ഊഹാപോഹങ്ങൾക്കും പരിഹാസവാക്കുകൾക്കും വെല്ലുവിളികളുടെ എല്ലാ ശരങ്ങൾക്കും മുകളിൽ ഇരുണ്ടുകൂടിയ കാർമേഘങ്ങളെയെല്ലാം വകഞ്ഞു മാറ്റി അവതരിക്കുന്നവൻ ദേവി വിലാസം ഭജന സമിതി മുട്ടുചിറയുടെ വീരനായകൻ. ഇടക്കുതിക്കുന്ന പന്താരകത്തെയും പ്രപഞ്ച രക്ഷയാക്കി ഇളം കാവിലമ്മയെയും സാക്ഷിയാക്കി കടന്നു വരുന്ന ഭീമൻ. ചരിത്രത്തെ തന്നെ തിരുത്തി കുറിച്ച ഇത്തിത്താനത്തിന്റെ വിജയസൂര്യനായ ഭീമൻ. സാക്ഷാൽ കലിയുഗ ഭീമൻ വരാംഗ വിശ്വ പ്രജാപതി പുതുപ്പള്ളി കേശവൻ. വിജയം വരിച്ച താൻ രചിച്ച ചരിത്രം തിരുത്തി കുറിക്കുവാൻ ദേവി വിലാസം ഭജന സമിതി മുട്ടുചിറയുടെ കയ്യം പിടിച്ചു വരികയാണ്. ആരണ്യത്തിലെ താരങ്ങൾക്കിടയിലെ ആവേശത്തിന്റെ പ്രജാപതി ഇതിഹാസങ്ങൾ കിടം നൽകിയ മണ്ണിലേക്ക് പ്രതിഭയുള്ള നായകനായി കടന്നു വരികയാണ് കേശവൻ. നേരിട്ട് നേടാനും നേരാട്ടത്തിന് എതിരിടാനും വരുന്നവർക്ക് മുന്നിൽ ആരാണ് താനെന്നും എന്താണ് ശൈലിയെന്നും കാണിച്ചു കൊടുത്ത കേശവൻ. ഇന്നിന്റെ പോരാളിയും നാളെയുടെ ചക്രവർത്തിയുമാകുവാൻ രാജപുത്ര വീഥികൾ കടന്നു വന്ന പുതുപ്പള്ളി കേശവൻ. തനിക്കു താൻ ചേർന്ന വേദികൾ കണ്ടോളത്തിന്റെ പാദമുദ്ര പതിപ്പിച്ച പുതുപ്പള്ളി ഗജനിരിയുടെ അഭിമാനമായ കേശവൻ. താരമൂല്യങ്ങൾക്ക് ചേർന്ന തലേക്കെട്ടും കെട്ടി താൻ തന്നെ രാജാവെന്ന് തെളിയിക്കുവാൻ തലപ്പൊക്കമോടെ ഇതാ കേശവൻ അവതരിക്കുന്നു. പൂരം പെടുന്ന ആറാട്ടുപുഴയിൽ 3 പൂരങ്ങളും എഴുന്നള്ളിച്ചു നിന്ന നായകൻ മഠത്തിൽ കാവിൽ അമ്മയോട് അനുവാദമുണ്ടായി പൂർണ്ണത്രയീശന്റെ മണ്ണിൽ ശീവേലി എടുത്തു തുടങ്ങിയാൽ പിന്നെ പൂരങ്ങളാകുന്ന പൂരങ്ങളിലെല്ലാം താരമായി നിറയുന്ന കേശവൻ. തീപാറുന്ന മത്സരങ്ങളിൽ നേരായ പോരാളി എന്ന് കാലം വിധിയെഴുതിയ അതേ കേശവൻ വന്നെത്തി നിൽക്കുന്നു. വിശ്വം മയക്കുന്ന പ്രജാപതിയായി, വംശത്തിന്റെ ആവേശം കാക്കുന്ന സൂര്യനായകനായി, പഞ്ചപാണ്ഡവർ 5 പേരും വാഴുന്ന മണ്ണിലെ തികവാർന്ന ഭീമനായി എഴുന്നള്ളി നിൽക്കുന്നു. വരികയാണവൻ ദേവി വിലാസം ഭജന സമിതിയുടെ നായകൻ. ഏത് മണ്ണിലും ഏത് മനസ്സിലും താരശോഭയോടെ നിലവിൽ നിൽക്കുവാൻ പഠിപ്പിക്കുന്ന സാരഥി കുന്നംതാനം മനോജിന്റെ കൂട്ടിന് കൂട്ടായി കൂടെയുള്ള കൊടുങ്ങല്ലൂർ അനീഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വന്ന് അവതരിച്ചിരിക്കുന്നു വരാംഗ വിശ്വ പ്രജാപതി പുതുപ്പള്ളി കേശവൻ. വിനയത്തോടെ കല്ലും മനസ്സും നിറച്ചു കാത്തിരിക്കുന്ന പുരുഷാരമേ, കാലത്തിന്റെ ഇടന
കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊള്ളു. ഇതാ വരികയാണ് നായകൻ, വന്നു ചേരുകയാണ് താരനായകൻ. ആരവങ്ങൾ ഈ മണ്ണിനെ ആഘോഷത്തിന്റെ മലകോടിയിൽ എത്തിക്കുന്നു. ഇതാ ശ്രീദേവി യുവജന സമാജം ചെറുമുട്ടത്തിന്റെ നായകൻ കടന്നു വരുന്നു. ഇവനഴകിന്റെ പേരും പ്രൗഢിയും ആണ് മലയാളത്തിൽ പറയുന്ന നാമധേയം. ഇനി തങ്കത്തിന്റെ തിളക്കമുള്ള നാടൻ പടനായകൻ, തിരുവിതാംകൂറിന്റെ പടനായകൻ. ശ്രീദേവി യുവജന സമാജത്തിന്റെ കടമൂരാൻ ശ്രീദേവി യുവജന സമാജം ചെറുമുട്ടം ആശയും ആവേശവുമായി ഇറക്കുന്ന കടമൂരാൻ കോന്നിമലക്കാടിന്റെ മടിത്തട്ടിൽ നിന്നും കോടാനുകോടി മാനസങ്ങളുടെ മനസ്സിലേക്ക് ചേക്കേറിയ കടമൂരാൻ തേടി വന്ന നിയോഗങ്ങൾക്ക് നായകനായ അഷ്ടമണി കായൽക്കരയിൽ അതിവസിച്ച കടമൂരാൻ അലയടിച്ചതെല്ലാം ആവേശമാക്കി മാറ്റി അവതാരപ്രേമിയുടെ നെടുനായകത്വം കാണിച്ചു കൊടുത്ത കടമൂരാൻ അർത്ഥമില്ലാത്ത ആവേശങ്ങൾ ഇതിഹാസം രചിക്കാൻ ഇഹലോകത്ത് പിറന്ന ഈ ഭരാജസേവൻ താമരണ്ടി എന്ന് തെളിയിച്ച് അവതരിക്കുകയാണ്. ഏകത്തുകയുടെ റെക്കോർഡുകളെ ഭസ്മമാക്കിയ ചരിത്രമാക്കി അവതരിക്കുന്നു. അതെ, കേരളത്തിന്റെ ആശയും ആവേശവും എല്ലാം തെക്കൻ മലയാളത്തിന്റെ കാൽക്കീഴിലെത്തിച്ച ഒരേ ഒരു ദേവർ, സാക്ഷാൽ തെക്കിന്റെ ദേവർ, ഭൈരവരോധപ്രിയ ഗതാധിപതി തൃക്കടവൂർ ശിവരാജു. ഇതാ വരികയാണ് മക്കളെ, തന്റെ എക്കാലത്തെയും മികച്ച ചട്ടക്കാരൻ പുത്തൻപിട്ടിൽ ഗോപാലകൃഷ്ണൻ പിള്ളയുടെയും തകഴിയിൽ മനോജിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ഈ സ്ഥാനത്ത് വീണ്ടും ചരിത്രം രചിക്കുവാൻ അവതരിക്കുകയാണ്. തുടക്കം കുറിച്ച കാലത്ത് തന്നെ തുടർച്ചയായ വിജയങ്ങൾ കൊണ്ട് താരതമ്യം കൂടിയ തേവരാണിത്. പുതിയ കാലത്തിന്റെ ആരംഭത്തിലും പതിവുപോലെ നായകത്വം വഹിക്കുന്ന ഒരേ ഒരു തേവർ. അതെ, വരുന്നത് തേവരാണ് മക്കളെ. ശ്രീദേവി യുവജന സമാജം ഇറക്കുന്ന തെക്കിന്റെ ദേവർ. ചുവടുറപ്പിടുന്ന നാളിൽ തന്നെ ചടുലതയുടെ ഉത്സവവേദികളെ കീഴടക്കിയ ചരിത്രമായി തിരുവാർന്ന ഗതഭാവം തെക്കും വടക്കും വരുന്ന തിരുവിതാംകൂറിന്റെ പൊന്നാന ചന്തം തിളക്കമുള്ള നായകനാക്കി തീർക്കുവാൻ തിരുവൈക്കത്തപ്പൻ ചാരയ്ക്ക് ക്ഷണിച്ച ചരിത്രമുള്ളതുകൊണ്ട് അടയാതാരവത്തിന്റെയും അവസാനമില്ലാത്ത ആവേശത്തിന്റെയും നായകത്വം വഹിച്ചു ശീലിച്ച പടനായകൻ ഇവരാണ്. കേരളത്തിന്റെ അരങ്ങിൽ ആവേശത്തിന്റെ പ്രതിരൂപമായ നാട്ടുരാജാവ്, പൂരകൈരളിയുടെ ആവേശ സൂര്യനായ മാതംഗ ഗതരാജ പ്രതാപതി, കാലത്തിന്റെ വരദാനമെന്നും കാതലുള്ള പോരാളിയെന്നും കരുത്തുറ്റ നായകനെന്നും ആനക്കേരളം പേരുകളിൽ വിളിച്ച താരനായകൻ, മാറ്റങ്ങൾ ഏതുമില്ലാതെ നായകനായി വരുന്ന കളഭകേസരി, സാക്ഷാൽ ഗജരാജ മന്നാടിയാർ, കളഭരത്നൻ തൃക്കടവൂർ ശിവരാജു. ബഹുമാന്യരെ, വിചിന്താനൻ ഗജമേളയുടെ പരിസമാപ്തിയിലോട്ട് കിടക്കുകയാണ്. 2024 പാമ്പാടി രാജൻ പാമ്പാടി രാജൻ ദേവിയുടെ തിടമ്പ് വെക്കുവാനുള്ള അവകാശം. 2024 ശ്രീ തൃക്കടവൂർ ശിവരാജു
കുറുവാടി രാജൻ. വലത്തെ രണ്ടാം സ്ഥാനത്തേക്ക് പുതുപ്പള്ളി സാധു. ഇടത്തെ രണ്ടാം സ്ഥാനത്തേക്ക് ഗുരുവായൂർ ദേവസ്ഥന്റെ രാജശേഖരൻ. വീണ്ടും ആരും സംഭരിക്കുന്നു. ഇത്തിത്താനം ദേവസ്വത്തിന്റെ വകയായി പങ്കുചേരുന്ന കയ്യും
ഗജരാജ പ്രൗഢി നിറയുന്ന വേളയിൽ അമ്മയുടെ തിരുമുറ്റത്ത് വന്നു നിന്നുകൊണ്ട് ഈ ഗജവിവരണവും ഗജമേളയുടെ അവതരണവും ഇത് രണ്ടാം വട്ടവും സമർപ്പിക്കുവാൻ സാധിച്ചതിൽ 1000 നന്ദി, 1000 സ്നേഹം. ഇതിന് അനുമതി തന്ന മുഴുവൻ കമ്മിറ്റി ഭാരവാഹികളോടും ദേവസ്വം ഭാരവാഹികളോടും മുഴുവൻ സമാജത്തിലെ മുഴുവൻ പ്രിയപ്പെട്ടവരോടും 1000 നന്ദി സമർപ്പിക്കുകയാണ്. അറിഞ്ഞും അറിയാതെയും വന്ന് ഭവിച്ച മുഴുവൻ തെറ്റുകളും പാകപ്പിഴകളുമെല്ലാം അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ ശിരസ് തൊട്ട് സമർപ്പിക്കുകയാണ്. എല്ലാം ആവേശങ്ങൾക്കും എല്ലാം ആരവങ്ങൾക്കും നിറഞ്ഞു നൽകിയ മുഴുവൻ അംഗങ്ങൾക്കും മുഴുവൻ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദിയോടെ മറ്റൊരു പൂരപ്പറമ്പിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തുന്നു.